ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദയ വന്നിരിക്കുകയാണ്. ദയയുടെ മുന്നിൽ വെച്ച് സുശീല പറയാണ്, എന്തിനാണ് ദയമോളെ നീ എനിക്കെതിരെ ഇങ്ങനെ ഒരു പ്രചരണം പറഞ്ഞുണ്ടാക്കിയത്? എൻ്റെ സ്ഥാനാർത്ഥി ആ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, നീ അത് പിൻവലിക്കണം എന്നങ്ങ് പറയുമ്പോൾ ദയ പറയണ, ഒരിക്കലും ഞാനത് ചെയ്യില്ല, ഇതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, അതിലിടപെടാൻ ആർക്കും അവകാശമില്ല. അത് കേൾക്കുന്ന അനുപമ, എടി നീ എന്തായി പറയുന്നത്? നീ അത് പിൻവലിക്ക്, ഇത് എന്നെയും കൂടി എന്നെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ദയ പറയണേ, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറയുന്നു കേട്ടോ. ഇതങ്ങ് കേൾക്കുന്ന സുശീല പറയണം, ആഹാഹാ, എനിക്ക് മനസ്സിലായി, മാഷും മാഷിൻ്റെ മക്കളും കൂടിയാണ് ഇതൊക്കെ കളിക്കുന്നത്. മാഷ് പറഞ്ഞ മാഷിൻ്റെ മകൾ പിൻവലിക്കാതിരിക്കുമോ? അപ്പോൾ ഉടൻ തന്നെ പറയാണ്, സുശീലെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യത്തിൽ എനിക്ക് എന്തായാലും അതിൽ കാര്യങ്ങൾ തീരുമാനിക്കാനും എനിക്ക് യാതൊരുവിധ അവകാശമില്ല. ദയ എന്ന് പറയുന്നവൾ ഒരു പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ്. അവളുടെ കാര്യത്തിൽ ഞാൻ ചോദ്യം ചെയ്യാൻ ചെന്നാൽ തീർച്ചയായും അത് എന്നെ ബാധിക്കുമെന്ന് പറയട്ടോ. അപ്പോഴേക്കും സുശീല ഉറഞ്ഞതുള്ളാണ്. സുശീല പറയണേ, എനിക്ക് മനസ്സിലായി, നിങ്ങളെല്ലാവരും ഒത്തു കളിക്കുകയാണെന്നത്, ഇതിൽ ഇവളും കൂടി ഉണ്ട് ഇല്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം. ഇപ്പം എന്തായാലും നീ അത് പിൻവലിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഇല്ലെന്ന് വിശ്വസിക്കും, അല്ലെങ്കിൽ നീ കൂടി ഇതിലുണ്ടെന്ന് പറഞ്ഞിട്ട് സുശീല അവിടെ നിന്ന് പോകുമ്പോൾ, അമ്മ ഞാനും കൂടി വരാമെന്ന് അനുഭവം പറയണം കേട്ടോ. അത് കേട്ട ഉടനെ സുശീല പറയണേ, നീയൊന്നും വേണ്ട, നീ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ അവളെ കൊണ്ട് ഈ വീഡിയോ അങ്ങ് പിൻവലിച്ചതിന് ശേഷം മാത്രം വരിക എന്നങ്ങ് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയിരിക്കുകയാണ് ഈ പറയുന്ന സുശീലയുടെ കേട്ടോ. പിന്നീട് ദയയുടെ അരികിലോട്ട് ആമ്പിളി അങ്ങ് ഓടിച്ചാടി അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി, എടി നീ ഈ കാണിക്കുന്നത് എന്താണ് നീ കാണിക്കുന്നത്? നീ കുടുംബം തകർക്കുന്ന പ്രവൃത്തിയല്ലേ കാണിച്ചതെന്ന് പറഞ്ഞ് ദയയെ കൈ അങ്ങ് പിടിച്ച് വലിച്ച് കൊണ്ടുവരുമ്പോൾ ഉടൻ തന്നെ അനുപമ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ദയ, നീ എന്നോട് വൈരാഗ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ ചെയ്ത് തെറ്റാണെങ്കിൽ എന്നോട് പറയുക, ഞാൻ ആ വീഡിയോ അപ്പം തന്നെ പിൻവലിച്ചിരുന്നല്ലോ, ഇതുപോലെ നീ വേറൊരു വീഡിയോ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അത് കേൾക്കുന്ന മഞ്ചാടി പറയണം, എന്നാൽ ചേച്ചി പിൻവലിക്ക്, അപ്പോൾ ചേച്ചി പിൻവലിച്ചോളൂ. അത് കേൾക്കുന്ന ചീരുവിന് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. ചീരു പറയണേ, എടി നീ അനുചേച്ചിയോടൊക്കെ ചോദ്യം ചെയ്യാൻ മാത്രം ആയോ എന്ന് പറഞ്ഞിട്ട് ചീരു എത്തിയിട്ടോ. ഇതെല്ലാം കണ്ട് മാഷിന് ദേഷ്യം പിടിച്ച് മാഷ് പറയണേ, മതി, നിർത്തുന്നുണ്ടോ? എന്തായാലും എൻ്റെ മക്കളെ ഞാൻ കൂട്ടിലിട്ടിട്ടല്ല വളർത്തിയത്, സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തി, അത് ശരി തന്നെ. പക്ഷേ അന്നൊക്കെ എൻ്റെ മക്കൾ എന്നെ ചോദ്യം ചെയ്തിരുന്നില്ല, പക്ഷെ ഇപ്പം എന്നേക്കാൾ മുതിർന്നു എന്ന് എനിക്ക് മനസ്സിലായി. അച്ഛന് ആവശ്യതയായപ്പോൾ മക്കൾക്ക് എന്തും ആവാം എന്നൊരു തോന്നലാണില്ലേ എന്നും പറഞ്ഞ് മാഷ് പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സോന, ശ്യാമ്, സത്യൻ, ഇന്ദ്രൻ എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പോൾ സോന പറയാണ്, എന്തായാലും അനുചേച്ചി പോയതുകൊണ്ട് ദയ വീഡിയോ പിൻവലിച്ചാൽ അമ്മയുടെ ഈ ഒരു ഇലക്ഷനിൽ നിൽക്കുന്നത് നഷ്ടപ്പെടില്ല എന്നൊക്കെയുള്ള വാക്കുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഇന്ദ്രൻ ഒരുമാതിരി ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഒരു ഓട്ടം അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സത്യം ഇത് പറയുന്നുണ്ട്, എന്തായാലും ദയ അത് പിൻവലിച്ചാൽ മതിയായിരുന്നു. അത് കേട്ട ഉടൻ തന്നെ ശ്യാമ് പറയാം, അത് പിൻവലിക്കത്തൊന്നുമില്ല, അത് ഓരോരുത്തരെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്, ഓരോരുത്തരുടെ വ്യക്തി കാര്യത്തിൽ മറ്റുള്ളവർക്ക് ഇടപെടാൻ യാതൊരു അവകാശവും. മാഷ് പറഞ്ഞാൽ കേട്ടെങ്കിലേ ഉള്ളൂ. അപ്പോഴേക്കും സോന പറയണം, എല്ലാവരും കൂടി മാഷിനോട് പറഞ്ഞാൽ ദയത് പിൻവലിക്കും എന്നൊക്കെ പറയുമ്പോഴേ സുശീല എത്തുന്ന കേട്ടോ. സുശീല കാണുന്നത് എല്ലാവരും ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ സോന ചോദിക്കുക, എന്തായി അമ്മേ, പോയ കാര്യം എന്തായി എന്ന് പറയുമ്പോൾ, അതെ, ഇവിടെയുള്ളവർ എല്ലാവരും ഒന്നിച്ച് കളിച്ചിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ മാഷിൻ്റെ മക്കളും കൂടി എന്നെ മനഃപൂർവ്വം ആളുകൾക്ക് മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയാണ് ഈ മാതിരി പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. എന്നെ മനഃപൂർവ്വം ആളുകൾക്ക് മുന്നിൽ ആകെ നാണം കെടുത്താൻ വേണ്ടി ചെയ്താണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയാണ് കേട്ടോ, അതെ, മാഷിൻ്റെ മക്കളും കൂടിയാണ് അമ്മയെ ഇത് ചെയ്തതെന്ന് അമ്മ പറയുന്നല്ലോ, അതിൽ അനുപമക്കും പങ്കുണ്ട് എന്നുള്ള ലെവലാണല്ലോ അമ്മ സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങ് ചെല്ലാണ്. എന്നിട്ട് ഇന്ദ്രൻ ചോദിക്കുകയാണ്, ഇതിൽ അനുപമക്ക് എവിടെ പങ്ക്? പിന്നെ അവളല്ലടാ എന്നെ ഈ സ്ഥാനാർത്ഥിയായി നിർത്തിയത്. അത് കേട്ടോടെ തന്നെ ശ്യാമിനങ്ങ് ദേഷ്യം പിടിച്ച ശ്യാമു പറയണേ, അതെ, സ്ഥാനാർത്ഥിയായി നിർത്തിയത് അമ്മയാണെന്നാലോ സോന പറഞ്ഞത്. സോന ഇവിടെ പറഞ്ഞു കേട്ടത് ഈ പറയുന്ന അമ്മക്ക് അനുവേടത്തേക്ക് അത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ സ്വയം ഏറ്റെടുത്താണെന്നാലോ. അത് കേൾക്കുന്ന സത്യം ശരിയാണല്ലോ, അങ്ങനെയാണല്ലോ ഞങ്ങളോട് പറഞ്ഞത്. അത് കേൾക്കുന്ന സുശീലൊക്കെ സംസാരിക്കാനൊന്നുമില്ല. അപ്പോഴേക്കും ഇന്ദ്രൻ ചോദിക്കാൻ, നേരാണ് സോനെ? അതെ അതെ അങ്ങനെ തന്നെ എന്ന് പറയാൻ കേട്ടോ. പക്ഷേ ഇതിൽ യാതൊരുവിധ കള്ളക്കളി അനുവേടത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് അങ്ങനെ തോന്നിയ സോനെ? ഇല്ല, എനിക്ക് തോന്നിയില്ല, എനിക്ക് അനുവേടത്തേക്ക് ഇതിൽ യാതൊരുവിധ പങ്കുമില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ അങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി സുശീല, അപ്പോൾ എല്ലാവരും കൂടി എന്നെ ഇട്ട് ആക്രമിക്കാനാണ് ഇല്ലേ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ
എന്താ പറയുക, ആരും ആരെയും ഉപദ്രവിച്ചിട്ടില്ല. എന്തായാലും അനുപമക്ക് പറ്റുമെങ്കിൽ ആ വീഡിയോ ഇനി ഡിലീറ്റ് ചെയ്ത് വരും, ഇല്ല എങ്കിൽ അവരിങ്ങോട്ട് വരും. എനിക്ക് പറയാനുള്ളത് എൻ്റെ യഥാർത്ഥ സ്വഭാവം കാണും ഇനി അനുപമ. അത് പിൻവലിച്ചാൽ കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ എന്നെ പറയാൻ കേട്ടോ. പിന്നീടാണെങ്കിൽ ദയാണ് കാണിക്കുന്നത്. ദയ വീണ്ടും ശബരിയുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പം അനിത പറയണം, നീ ഇന്ന് തന്നെ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പം അത് കേട്ട ഉടനെ തന്നെ ദയ ചോദിക്കുക, അതെന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ, ആരെങ്കിലും അങ്ങനെ പറഞ്ഞു? അല്ല, നിന്നെ മാഷ് നിൻ്റെ ഏട്ടത്തിമാരൊക്കെ നിന്നെ ഉപദേശിച്ച് ഇങ്ങോട്ടേക്ക് വിടുന്ന ഒരു പ്രതീക്ഷ ഞങ്ങളിൽ ഉണ്ടായിരുന്നു. എന്തായാലും നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലേ? അത് കേട്ടോണം തന്നെ വാസന്തിക്ക് വീഡിയോ വരുമെന്ന് കേട്ടോ. അപ്പോഴേക്കും ഇല്ല, ഞാനത് ഡിലീറ്റ് ചെയ്തില്ല, ഞാനൊരു പെണ്ണാണ്, ഓരെന്നെ പറഞ്ഞാലും എൻ്റെ പെണ്ണ് എന്നുള്ള ആ ഒരു ലെവലിൽ ഞാൻ ഒരിക്കലും ഞാനത് ഡിലീറ്റ് ചെയ്യില്ല എന്ന് പറയും കേട്ടോ. അതങ്ങ് കേൾക്കുമ്പോൾ വാസന്തി പറയണേ, ഇങ്ങനെ വേണം മോളെ, ഇങ്ങനെ തന്നെ വേണ്ടത്, ഒരാൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആർക്കും പിൻവലിപ്പിക്കാൻ പറ്റരുത് എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ ശബരി വരികയാണ് കേട്ടോ. അപ്പോൾ ശബരി ചോദിക്കാൻ, നിന്നോട് ഞാൻ എപ്പോഴും പറഞ്ഞതാണ് ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവുന്നത്, അപ്പോൾ അതുകൊണ്ട് നീ ഇത് ഡിലീറ്റ് ചെയ്തോ ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. പിന്നെ എന്താ അങ്ങോട്ടേക്ക് പോകുന്നത്? അവിടെ നിന്ന് നിന്നെ എല്ലാവരും ആട്ടിയിറക്കിയോ? അല്ല, അത് അനുചേച്ചിയുടെ വീടായതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്, അത് പഞ്ചരത്നമായിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ നിന്നിരുന്നു എന്ന് പറയുന്നു കേട്ടോ. എന്നിട്ട് മേലോട്ട് കയറി പോകുമ്പോൾ ഉടൻ തന്നെ ശബരി പറയാം, ഒന്നവിടെ നിന്നേ. അത് കേട്ടോടെ തന്നെ ദയ്യ എന്താണെന്ന് ചോദിക്കുകയാണ്. അതെ, നീ പോയതിനു ശേഷം ആ സുശീല ഇവിടെ വന്നിരുന്നു, ഇനി നിന്നെ തിരക്കി ഈ വീട്ടിൽ ആരെങ്കിലും വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ദയക്ക് ദേഷ്യം പിടിക്കണം കേട്ടോ. ദയ പറയാണ്, അതൊന്നും എനിക്കറിയത്തില്ല, അവർക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്തായാലും ഞാൻ ആ വീഡിയോ പിൻവലിക്കില്ല എന്ന് പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മാഷിൻ്റെ മക്കളെയൊക്കെ വഴക്ക് പറയാൻ അവിടെ നിന്ന് പോകുമ്പോൾ ദയ മനഃപൂർവ്വം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണല്ലോ. പിന്നീട് കാണിക്കുന്നത് ലംബോദരനെ ലതികയാണ്. അപ്പോൾ ലംബോദരൻ പറയാണ്, വിനയനാടി വിളിച്ചത്, എന്താ നിങ്ങൾ ഈ പറയുന്നത് സത്യം തന്നെയാണോ? വിനയനാണോ വിളിച്ചത്? എൻ്റെ മകനാണോ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് കരച്ചിലോട് കൂടി ചോദിക്കാനായിട്ടാണ്. അതേടി, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയാണ് വിളിച്ചത്, അവൻ വരുന്നുണ്ടെന്നും ആരുടെ മൊബൈലിൽ നിന്നാണ് വിളിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. അത് കേൾക്കുന്ന ലതിക പൊട്ടിക്കരയാനിട്ട്, എൻ്റെ കുഞ്ഞിന് മൊബൈൽ പോലും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് എൻ്റെ കുഞ്ഞെത്തിയില്ല, അത് ആലോചിക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല, എനിക്ക് സങ്കടം സഹിക്കുന്നില്ല, എനിക്ക് വേദനയാവുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ, എടി അവനെ ആ ദുബായ് ജയിലിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയില്ലേ, ഗൾഫിലെ ജയിലിലൊക്കെ കിടക്കുക എന്ന് പറയുമ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. അതിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ ഇങ്ങോട്ടേക്ക് വന്നെങ്കിൽ തീർച്ചയായും നമ്മൾ അവനെ അഭിനന്ദിക്കല്ലേ വേണ്ടത്. എന്തായാലും എൻ്റെ മോനിങ് വരട്ടെ എന്ന് പറയുമ്പോൾ വിനയൻ വന്നു കേട്ടോ. പക്ഷേ വിനയൻ്റെ ആ വരവും വിനയൻ്റെ ആ ഇറക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭ്രാന്താവാത്തവർക്കും ആകും കേട്ടോ. ആ മാതിരി കോലത്തിലാണ് വിനയൻ്റെ വരവ്. വല്ലാത്തൊരു വരവ് തന്നെ കേട്ടോ. ഒരു മാതിരി ആകെ ഒരു ഭ്രാന്തൻ്റെ അവസ്ഥ പോലെ വിനയൻ ഇങ്ങനെ നിൽക്കുകയാണ്. വിനയനെ കാണുന്ന ലതികയുടെയും ലംബോദരൻ്റെയും കണ്ണുകൾ നിറഞ്ഞു പോവാണ്. പാവം, ഒരു ഡ്രസ്സ് പോലും ഇസ്തിരി ചെയ്തിട്ടില്ല, ഷർട്ടും പാൻറ്റൊക്കെ ആകെ ചുളിഞ്ഞ്, മുഖമൊക്കെ ഒരുമാതിരി, മുടിയൊക്കെ ഒരുമാതിരി, കണ്ടാൽ തന്നെ പേടി വരും കേട്ടോ. അങ്ങനെ ഈ സമയം ലതിക ഓടിച്ചെല്ലാൻ നോക്കുമ്പോൾ ലംബോദരൻ പറയണത്, വേണ്ട നീ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട്, മോനെ വിനയ എന്നൊക്കെ പറഞ്ഞ് ഉമ്മ നോക്കുമ്പോൾ വിനയം പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോഴേക്കും ഇനി അമ്മയുടെ അടുത്തിട്ട് ചെല്ലിയെന്ന് പറയണ. അപ്പോൾ ലതിക, എൻ്റെ മോന് വന്നല്ലോ, എന്താടാ നിൻ്റെ കോലൊക്കെ എങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇപ്പുറത്ത് ലംബോദരൻ ടാക്സിക്കുള്ള പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അകത്തോട്ട് കയറി വരുമ്പോൾ ഉടൻ തന്നെ, എന്താ സംഭവിച്ചത്? അതെ, എന്നെ ഇവിടെ നിന്നും കൊണ്ടവന്മാരെ തന്നെ എന്നെ പറ്റിച്ചിരിക്കുകയാണ്, അവരെൻ്റെ പണം കൈക്കലാക്കി എന്നെ ഒരു ലേബർ ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് എന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് അവരുണ്ടാക്കി തന്നു എന്നൊക്കെ പറയുമ്പോൾ ലതികക്ക് ഭയങ്കര സങ്കടമാവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്.